നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാക് അധീന കാശ്മീരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു നടുക്കുന്ന കഥയാണ്. നമ്മൾ അറിഞ്ഞതിൽ ഭീകരമാണ് അവിടുത്തെ സ്ഥിതിഗതികൾ. പാക് അധീന കാശ്മീരിൽ ജൂൺ 5-നും 9-നും ഇടയിൽ പാക് സൈന്യം നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണം, അതിൻ്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ അധീനതയിലുള്ള കാശ്മീരിലെ റാവൽകോട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമാധാനപരമായി സമരം ചെയ്ത സാധാരണക്കാർക്ക് നേരെ പാക് സൈന്യം അതിശക്തമായ വെടിവെപ്പാണ് നടത്തിയത്. പാകിസ്ഥാൻ ഔദ്യോഗികമായി പുറത്തുവിടുന്ന മരണസംഖ്യ 11 27ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന അനൗദ്യോഗിക റിപ്പോർട്ടുകൾ. ഇതിൽ 19 കുട്ടികളും 7 ഗർഭിണികളും. 200ലധികം പേർക്ക് അതിമാരകമായ പരിക്കേറ്റു. സാധാരണക്കാർക്ക് നേരെ വെടിയുതിർക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ പോലീസ് സബ് ഇൻസ്പെക്ടർ സർദാർ ഇനായത്തിനെ സൈന്യം വധിച്ചു. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് പ്രദേശത്തെ ജനങ്ങൾ. ഗോതമ്പ് മാവ് പോലെ നിത്യോപയോഗ സാധനങ്ങളുടെ അമിതവില. പാകിസ്ഥാന് വേണ്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു പാക് അധീന കാശ്മീർ. എന്നാൽ അവിടെ ഭീമമായ വൈദ്യുതി നിരക്ക്. തങ്ങളുടെ പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങൾ പൂർണ്ണമായി പാകിസ്ഥാൻ ചൂഷണം ചെയ്യുമ്പോൾ തങ്ങൾക്കതിൻ്റെ ഗുണം ലഭിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. വ്യാപാരികളും സാധാരണക്കാരും ചേർന്ന ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന കൂട്ടായ്മയാണ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. തങ്ങൾക്ക് വിലക്കുറവിൽ മാവും വൈദ്യുതിയും നൽകുക എന്നതായിരുന്നു തുടക്കത്തിൽ അവർ മുന്നോട്ട് വെച്ച ആവശ്യം. എന്നാൽ പാക് സൈന്യം അവർക്ക് നേരെ ക്രൂരമായ ആക്രമണം നടത്തിയതോടെ ജനങ്ങൾ കൂട്ടമായി തെരുവിലേക്ക് ഇറങ്ങി. 1.5 ലക്ഷത്തിലധികം ആളുകൾ അണിനിരന്ന വലിയൊരു പ്രകടനമാണ് സൈന്യത്തിനെതിരെ ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ അവിടെ നടന്നത്. പാകിസ്ഥാൻ ഭരണകൂടത്തിനും സൈന്യത്തിനുമെതിരെ ജനരോഷം ഇരമ്പുകയാണ്. തങ്ങളെ മോചിപ്പിക്കണമെന്നും ഇന്ത്യൻ യൂണിയനിൽ ചേർക്കണമെന്നും ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം പാക് സൈന്യം നടത്തിയ വെടിവെപ്പാണ് ഇത്ര വലിയ പ്രക്ഷോഭത്തിലേക്ക് ജനങ്ങളെ നയിച്ചിരിക്കുന്നത്. 1.5 ലക്ഷത്തിലധികം ആളുകൾ മുസാഫറാബാദിലേക്ക് മാർച്ച് നടത്തുകയാണിപ്പോൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കുന്നു. അതിന് തൊട്ടു മുൻപ് ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ നിരോധിച്ചിരുന്നു പാക് സർക്കാർ. റാവൽകോട്ട്, ബാഗ്, ഹിട്ടയൻബാല, കോട്ട്ലി, മീർപൂർ തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. 38 ആവശ്യങ്ങളടങ്ങിയ ചാർട്ടർ അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് സമരസമിതിയുടെ നിലപാട്. പ്രതിഷേധം തടയുന്നതിനായി വലിയ നിയന്ത്രണങ്ങളാണ് മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുസഫറാബാദിലേക്കുള്ള പ്രധാന റോഡുകൾ മരങ്ങൾ വെട്ടിയിട്ടും മറ്റും തടസ്സങ്ങൾ സൃഷ്ടിച്ചു. കൂടാതെ 4 പ്രധാന പ്രതിഷേധ നേതാക്കളെ പിടികൂടാൻ 1 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. മേഖലയിൽ പല സ്ഥലങ്ങളിലും ഇൻ്റർനെറ്റ്, വൈദ്യുതി എന്നിവ വിച്ഛേദിച്ചിരിക്കുന്നു. വൈദ്യുതി, ഗോതമ്പ് എന്നിവയുടെ അമിത വിലവർദ്ധനവിനെതിരെയായിരുന്നു സമരങ്ങളുടെ തുടക്കം. ഭീകരതയ്ക്ക് പിന്നിൽ യൂണിഫോം ധരിച്ചവരാണ് എന്ന മുദ്രാവാക്യമുയർത്തി ജനങ്ങൾ തെരുവിൽ. അവകാശങ്ങൾ ചോദിക്കുന്നവരെ ഭീകരർ എന്നും ഇന്ത്യൻ ഏജന്റുമാർ എന്നും വിളിച്ചാണ് പാക് അധികൃതർ നേരിടുന്നത് എന്ന് സമരക്കാർ പറയുന്നു. പാക് അധീന കാശ്മീരിൽ നടക്കുന്ന സംഭവങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ കൂട്ടക്കൊലയെന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. മേഖലയിലെ ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന പാകിസ്ഥാന്റെ നടപടിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം പ്രതികരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രതിഷേധങ്ങൾ പാക് അധീന കാശ്മീരിൽ നടക്കുന്നതെന്ത്? ആ കഥ അറിയണമെങ്കിൽ 1947 നമ്മൾ ഒരിക്കൽ കൂടി യാത്ര ചെയ്യണം. ജൂലൈ 27 നടക്കാനിരിക്കുന്ന മേഖലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പാക് സർക്കാരിനെ ഭയപ്പെടുത്തുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഭയാർത്ഥികൾക്കായി 45 നിയമസഭാ സീറ്റുകളിൽ 12 സംവരണം ചെയ്യാനുള്ള തീരുമാനം. ഈ നീക്കത്തിനെതിരെ ഒരു പ്രകടനം നടത്താൻ അവകാശ സംഘടനയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുന്നു. രാഷ്ട്രീയ കൃത്രിമത്വത്തിനും പ്രാദേശിക ശബ്ദങ്ങളെ അടിച്ചമർത്താനും വേണ്ടിയാണ് ഇത്തരം ചില നീക്കങ്ങൾ എന്നായിരുന്നു സമരസമിതി ഉന്നയിച്ചത്. പാർലമെന്റ് ബിൽ പാസാക്കാൻ വിളിച്ചു ചേർത്ത സമ്മേളനത്തിന് 1 ദിവസം മുൻപാണ് പ്രതിഷേധക്കാർ ഒത്തുകൂടിയത്. 1947 ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം നാട്ടുരാജ്യങ്ങൾക്ക് 3 വഴികൾ നൽകി. ഒന്നുകിൽ ഇന്ത്യയിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇനി സ്വതന്ത്രമായി തുടരുകയും ചെയ്യാം. ജമ്മു കാശ്മീരിൻ്റെ ഭരണാധികാരി മഹാരാജ ഹരി സിംഗ് ആദ്യം സ്വതന്ത്ര പദവിയിൽ തുടരാൻ ആഗ്രഹിച്ചു. എന്നാൽ മുജാഹിദീനുകൾ നേതൃത്വം കൊടുത്ത പോരാളികൾ ആ മേഖലയിലേക്ക് ഇരച്ചു കയറി ആഭ്യന്തര യുദ്ധം തുടങ്ങി. ഒടുവിൽ 1947 ഒക്ടോബർ 26 ഇന്ത്യയുമായുള്ള പ്രവേശന കരാറിൽ
മഹാരാജാവ് ഒപ്പുവെച്ചു. തങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നു എന്ന് രാജാവിൻ്റെ പ്രഖ്യാപനം, അന്താരാഷ്ട്ര നിയമം എന്നിവ പ്രകാരം ഈ രേഖ നിയമപരമായി സാധുവുമായി. 500-ലധികം നാട്ടുരാജ്യങ്ങളാണ് സമാനമായ രേഖകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയുടെ ഭാഗമായത്. എന്നാൽ പാകിസ്ഥാൻ ഗോത്ര പോരാളികളെ ആ മേഖലയിലേക്ക് അയച്ചു. തുടർന്ന് 1948 മെയ് മാസം സ്വന്തം സൈനികരെ തന്നെ പാകിസ്ഥാൻ അയച്ചു. തുടർന്നുണ്ടായ സംഘർഷം 1949 ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ അവസാനിക്കുന്നു. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ പാകിസ്ഥാന്റെ കൈവശം മേഖലയുടെ 35% ഭൂപ്രദേശം. 1994 ഫെബ്രുവരിയിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളും ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് വീണ്ടും പ്രഖ്യാപിക്കുന്നു. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂപ്രദേശം ഒഴിഞ്ഞു തരണമെന്ന് ഇന്ത്യ പലവട്ടം ആവശ്യമുന്നയിച്ചു. UN മുന്നിൽ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ പലവട്ടം ഇന്ത്യ ആവശ്യമായി അറിയിച്ചു. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെ 2 ഭാഗങ്ങളായി പാകിസ്ഥാൻ തിരിച്ചു. ആസാദ് ജമ്മു ആൻഡ് കാശ്മീർ AJK 2009 ഓഗസ്റ്റ് വരെ വടക്കൻ പ്രദേശങ്ങൾ എന്നാണ് ഇത് അറിയപ്പെട്ടത്. ആസാദ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ തലസ്ഥാനം മുസാഫറാബാദാണ്. ഈ ഘട്ടത്തിൽ തന്ത്രപരമായ ചില നിലപാടുകൾ പാകിസ്ഥാൻ കൈക്കൊണ്ടു. ഇന്ത്യയെ വെട്ടിലാക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. അതിനുവേണ്ടി പാക് ഒക്കുപ്പൈഡ് കാശ്മീരിന് സ്വന്തമായി ഒരു ഭരണഘടന, ഒരു ഏക നിയമസഭ, ഒരു പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഒരു സുപ്രീം കോടതി എന്നിവയൊക്കെ രൂപീകരിച്ചു. പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുക അസംബ്ലി. അദ്ദേഹം ആ പ്രദേശത്തിൻ്റെ ഭരണഘടനാ തലവൻ. ഇന്ത്യയിലേക്ക് ചേർന്ന കാശ്മീരിന്റെ ഭാഗവും സ്വതന്ത്രമാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിനു പിന്നിൽ. ആസാദ് കാശ്മീർ എന്ന പേരിന്റെ അർത്ഥം സ്വതന്ത്ര കാശ്മീർ എന്നാണ്. ഇതാണ് അടിസ്ഥാന യാഥാർത്ഥ്യമെങ്കിലും വ്യത്യസ്തമായ ഒരു കഥയാണ് ആസാദ് കാശ്മീരിന് തുടക്കം മുതൽ പറയാനുള്ളത്. പാകിസ്ഥാൻ ഔദ്യോഗികമായി ഈ മേഖലയെ സ്വന്തം പ്രദേശമായി കണക്കാക്കുന്നില്ല. രാജ്യത്തിന്റെ ഭരണഘടന 4 പ്രവിശ്യകളെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചാബ്, സിന്ധ്, ബലൂചിസ്ഥാൻ, ഖൈബർ പഷ്തൂൺഖ. ആ പട്ടികയിലൊന്നും പാക് അധീന കാശ്മീരില്ല. പാകിസ്ഥാന്റെ ദേശീയ പാർലമെന്റിലും ഇവർക്ക് പ്രാതിനിധ്യമില്ല. എന്നാൽ കൗതുകകരമായ ചില വസ്തുതകളുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 14 അംഗ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കാശ്മീർ കൗൺസിലിനാണ് യഥാർത്ഥ അധികാരം. 6 അംഗങ്ങളെ പാകിസ്ഥാൻ ഫെഡറൽ ഗവൺമെൻറ് നിയോഗിക്കുന്നു. 8 പേരെ AJK അസംബ്ലിയിൽ നിന്നും സർക്കാരിൽ നിന്നും നിയമിക്കും. പ്രാദേശിക ഭരണകൂടത്തിൻ്റെ പല തീരുമാനങ്ങൾക്കും ഇസ്ലാമാബാദിനെ വളരെയധികം ആശ്രയിക്കേണ്ട സ്ഥിതി. കാശ്മീർ പാകിസ്ഥാനിൽ ചേരുന്നതിനെ എതിർത്ത് രാഷ്ട്രീയ പാർട്ടികളോ വ്യക്തികളോ പ്രചരണം നടത്തുന്നത് പ്രദേശത്തിന് സ്വന്തം ഭരണഘടന വിലക്കുന്നു. അങ്ങനെ ചെയ്താൽ നിയമസഭ അംഗങ്ങളെ പോലും അയോഗ്യരാക്കാം. പാകിസ്ഥാൻ ഭരണഘടനയുടെ 257 പ്രകാരം ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാനിൽ ചേരാൻ തീരുമാനിച്ചാൽ ആ ബന്ധത്തിൻ്റെ നിബന്ധനകൾ അവരുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായി നിർണ്ണയിക്കപ്പെടും. വിഭവസമൃദ്ധമായ പ്രദേശമാണ് പാക് അധീന കാശ്മീർ. പാകിസ്ഥാൻ ഈ പ്രദേശത്ത് നിന്ന് ഗണ്യമായ തന്ത്രപരവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നു. എന്നാൽ പ്രദേശത്തിന് നൽകുന്നത് പരിമിതമായ വികസനം മാത്രം. സിന്ധു നദീതടത്തിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സമ്പൽ സമൃദ്ധമാണ്. ജലവൈദ്യുത സാധ്യതകൾ, വനങ്ങൾ, ഗ്രാഫൈറ്റ്, ബെന്റോണൈറ്റ്, ലിമോണൈറ്റ്, മാർബിൾ, രത്നക്കല്ലുകൾ എന്നിവയാൽ സമൃദ്ധം. പാകിസ്ഥാൻ പഞ്ചാബ്, സിന്ധ് കൃഷിഭൂമികളിൽ ഉപയോഗിക്കുന്ന ജലസ്രോതസ്സിൻ്റെ 70% പാക് അധീന കാശ്മീരിൽ നിന്ന്. പാകിസ്ഥാന്റെ വൈദ്യുതി വിതരണത്തിൻ്റെ 10 മുതൽ 15% ഈ മേഖലയിൽ നിന്ന്. ജനസംഖ്യയുടെ 2/3 ഭാഗം, അതായത് 66% ഉപജീവനത്തിനായി കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിക്കുന്നു. പോഷകാഹാരക്കുറവിൽ ജനങ്ങൾ വലയുന്നു. ആ മേഖലയിലെ 57.1% പേർ ഒരു പരിധിവരെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നു. നിയമവിരുദ്ധമായി പാകിസ്ഥാൻ കൈയടക്കി വച്ചിരിക്കുന്ന ആ മേഖലയെ പൂർണ്ണമായി ചൂഷണം ചെയ്യുകയാണ് പാക് സർക്കാർ. ഇസ്ലാമാബാദ് ഒരു തരത്തിൽ നിയമവിരുദ്ധ നിയന്ത്രണത്തിലാക്കി ആ മേഖലയെ. പാക് അധീന കാശ്മീരിന് ഒരു പ്രധാനമന്ത്രി, പ്രസിഡന്റ്, നിയമസഭ, പതാക. ഈ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് ചിലരെ അത്ഭുതപ്പെടുത്താം. എന്നാൽ അതെല്ലാം ഒരു വ്യാജ സൃഷ്ടിയാണ്. ജമ്മു കാശ്മീർ ഒരു കാലത്ത് ആർട്ടിക്കിൾ 370 പ്രകാരം ആസ്വദിച്ചിരുന്ന ഭരണഘടനാ ക്രമീകരണത്തോട് സാമ്യമുണ്ട് ഈ മേഖലയിൽ പാകിസ്ഥാൻ അനുവർത്തിക്കുന്ന ഭരണ സംവിധാനത്തിന്. എന്നാൽ ഈ രാഷ്ട്രീയ സംവിധാനം ഇസ്ലാമാബാദ് സൃഷ്ടിച്ചത് ഒരു വ്യാജ സ്ഥാപനമെന്ന നിലയിൽ. ആസാദ് ജമ്മു കാശ്മീർ എന്ന പ്രയോഗം പോലും അടിസ്ഥാനരഹിതം. പാകിസ്ഥാന്റെ നയതന്ത്ര കണക്കുകൂട്ടലുകൾ പ്രകാരമാണ് 1948
ഒരു സ്വതന്ത്ര പ്രദേശമായി പാക്-അധീന കാശ്മീരിലെ അവർ കണ്ടത്. ഒരു വശത്ത് മുസഫറാബാദിൽ പേരിന് സ്വയം ഭരണം നൽകി, റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും യഥാർത്ഥ അധികാരം കേന്ദ്രീകരിച്ചു. വർഷങ്ങളായി ആ മേഖലയിൽ പണപ്പെരുപ്പം, വൈദ്യുതി നിരക്കുകൾ, ഭരണ പ്രശ്നങ്ങൾ, ഒട്ടനവധി പ്രതിസന്ധികളാണ് പ്രദേശവാസികൾ നേരിടുന്നത്. ജമ്മു കാശ്മീർ എന്ന നാട്ടുരാജ്യത്തിൻ്റെ മുഴുവൻ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാൻ ഈ പ്രദേശങ്ങൾ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയതാണെന്നും ഇന്ത്യ തുടർച്ചയായി വാദിക്കുന്നു. ഇന്ത്യ ജമ്മു കാശ്മീർ പ്രദേശത്തെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി കണക്കാക്കുമ്പോൾ പാകിസ്ഥാൻ തന്ത്രപരമായ നീക്കമാണ് അവിടെ കാട്ടിയത്. നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ പ്രദേശത്തിന് തർക്ക പദവി നൽകി വിശാലമായ കാശ്മീർ തർക്കം നിലനിർത്തുകയായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. ഈ കാശ്മീർ തർക്കം എന്നും പരിഹരിക്കപ്പെടാതെ തുടരണം എന്ന് പാകിസ്ഥാൻ ശഠിച്ചു. ജമ്മു കാശ്മീരിന്റെ ഭാഗമായ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ POK അല്ലെങ്കിൽ രണ്ടും പാകിസ്ഥാന്റെ നിയമാനുസൃത പ്രവിശ്യകളായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അത് മുഴുവൻ ജമ്മു കാശ്മീരിനും വേണ്ടിയുള്ള തങ്ങളുടെ കേസ് ദുർബലപ്പെടുത്തുമെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കി. നിയമപരമായ സങ്കീർണതകൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിനായി ഒരു പ്രത്യേക ഭരണഘടന പാകിസ്ഥാൻ സൃഷ്ടിച്ചു. ഇത് POKയെ ഇന്ത്യയിൽ ചേരാത്ത ഒരു സ്വയംഭരണ സ്ഥാപനമായി അവതരിപ്പിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചു. 1949 കറാച്ചി കരാർ പ്രകാരം പ്രതിരോധം, വിദേശകാര്യം, ആശയവിനിമയം തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ പാകിസ്ഥാനിലേക്ക് കൈമാറ്റം ചെയ്തു. ഔദ്യോഗികമായി ഫെഡറേഷനിൽ ലയിപ്പിക്കാതെ ഒരു പ്രത്യേക തർക്കപ്രദേശമായി അതിനെ ഭരിക്കാനുള്ള പാകിസ്ഥാന്റെ കുൽസിത നീക്കം. ഈ നീക്കത്തിൽ നിന്നാണ് പാക്-അധീന കാശ്മീർ ഭരണഘടന ഉടലെടുക്കുന്നത്. ഇസ്ലാമാബാദിൽ നിന്ന് അയക്കുന്ന ഉദ്യോഗസ്ഥരാണ് പാക്-അധീന കാശ്മീരിലെ ഭരണപരമായ അധികാരം പ്രധാനമായും ഉപയോഗപ്പെടുത്തുക. അധികാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല ലിവറുകളും ഇസ്ലാമാബാദ് നിയന്ത്രണം ഉറപ്പിക്കുന്നു. ചുരുക്കത്തിൽ തന്ത്രപരമായി കൈപ്പിടിയിലൊതുക്കിയ പാക്-അധീന കാശ്മീരിലെ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു, പാകിസ്ഥാൻ തങ്ങളെ അതിമാരകമായി ചൂഷണം ചെയ്യുകയാണ്. ഒന്നുകിൽ പൂർണ്ണ സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിലേക്ക് മടങ്ങാൻ കഴിയണം. വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ പാക് സർക്കാരും സൈന്യവും അവിടെ നേരിടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.